ചരിത്രത്തിലാദ്യമായി കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫിയുടെ ഫൈനലിലേക്ക് എത്തുമ്പോൾ മത്സരത്തിൽ നിർണായക പങ്ക് വഹിച്ച അസറുദ്ദീന്റെ കുടുംബം ഏറെ സന്തോഷത്തിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് തളങ്കരയിലെ മുഹമ്മദ് അസറുദ്ദീന്റെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളോടൊപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സന്തോഷം തോന്നുന്നുണ്ട്? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഫൈനലിന്റെ അരികിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിന്റെ ഒത്തൊരുമയുള്ള വിജയം, കൂട്ടായ വിജയം. നമ്മൾക്ക് ടെൻഷൻ അടിച്ചിട്ട് 2-3 ദിവസമായി ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അസറുദ്ദീന്റെ പ്രകടനത്തിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ താരങ്ങളും വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വലിയ ഒരു പ്രഷർ ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ഓരോ നിമിഷവും ഇങ്ങനെ എണ്ണി കാത്തിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും വളരെയധികം ടെൻഷനും കാര്യങ്ങളും കാരണം 2-3 ദിവസമായി ഇതിന്റെ വിവരം തന്നെയാണ്. ഞങ്ങൾ മിക്ക സംഘടന കാസർഗോഡ് തളങ്കര മറ്റുള്ള മേഖല എല്ലാ സംഘടനകളും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മൾ നാട് മൊത്തം അവരുടെ അസറിന്റെ കുടുംബവും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു മികച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. ഈ പ്രദേശത്ത് ജനപ്രതിനിധി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? നാട്ടുകാർക്ക് മുഴുവൻ സന്തോഷമാണ്. നമ്മുടെ വാർഡുകളൊക്കെ മുഴുവൻ ആളുകളും നഗരസഭ അടക്കമുള്ളത് ഇത് 4 ദിവസങ്ങളായി വളരെ സന്തോഷത്തിലാണ്. ഇന്നത്തെ ഈ മുഹൂർത്തത്തോടുകൂടി അടുത്ത ഫൈനലിലേക്കുള്ള ഒരു പാത ഉറപ്പാണ്. ഏതായാലും ഫൈനലിൽ ചാമ്പ്യനായി ഇറാനി ട്രോഫിയിലൊക്കെ കളിച്ചുകൊണ്ട് നമ്മളെ കേരള ടീമിന് അസറുദ്ദീൻ എന്ന താരത്തിന് മുഖ്യ സെലക്ടർമാരുടെ കണ്ണിൽപ്പെട്ടുകൊണ്ട് നാഷണൽ ഇന്ത്യൻ ടീമിലൊക്കെ കളിക്കാൻ ഒരു അവസരമാണ്. ഒരു കഥ കേട്ടിട്ടുണ്ട്. അജ്മൽ എന്ന ആള് സഹോദരന്മാരുടെ ക്രിക്കറ്റ് ോടുള്ള ആ ഒരു അടങ്ങാത്ത ആവേശം കൊണ്ട് പിന്നീട് അസറായി മാറുകയായിരുന്നു. ആ കഥ എങ്ങനെയായിരുന്നു? മൂത്ത ജ്യേഷ്ഠൻ കമറുദ്ദീൻ ഗൾഫിലായിരുന്നു. ആ സമയത്ത് ഒരു ഇന്ത്യൻ ടീമിൽ മുഹമ്മദ് അസറുദ്ദീൻ എന്ന പ്ലെയർ കത്തിക്കയറുകയായിരുന്നു. ആ സമയത്ത് അജ്മൽ എന്ന പേരാണ് ഇടാനാണ് വീട്ടുകാർ ആലോചിച്ചത്. ആ സമയത്ത് ജ്യേഷ്ഠൻ വിളിച്ചു പറഞ്ഞു അസറുദ്ദീൻ എന്ന പേരിടണമെന്ന്. ആ പേരിട്ടു. ആ പേര് അർത്ഥവത്തായി. ആ പേരിൽ ജൂനിയർ അസറായി ഇപ്പോൾ തിളങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇന്ത്യൻ ടീമിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളം കപ്പുമായി വരട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വീണ്ടും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് മറ്റൊരു മുഹമ്മദ് അസറുദ്ദീൻ കൂടി. കുടുംബവും നാട്ടുകാരെല്ലാവരും തന്നെ ഏറെ സന്തോഷത്തിലാണ്. ഇനി രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ കേരളം കപ്പെടുത്ത് നാട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ച കാത്തിരിക്കുകയാണ് ഈ നാട്ടുകാരെല്ലാവരും. കാസർഗോഡ് തളങ്കരയിൽ നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.